13 ലക്ഷം രൂപയ്ക്ക് ഇങ്ങനെ വീട് നിർമ്മിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വീട്ടുകാർക്ക് നല്ലൊരു ഫീലോട് കൂടി തന്നെ ജീവിക്കാൻ പറ്റുന്ന ആംബിയൻസ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ട് അത് തന്നെ വേണം എന്ന് പറഞ്ഞ് ചെയ്ത വീടാണ്. 13 ലക്ഷം രൂപയ്ക്ക് ചെയ്ത ഈ വീട്ടിൽ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടാണ് ചെയ്തത് എന്നാണ് എടുത്തു പറയേണ്ടത്. ഈ കാണുന്ന വീടിന് 13 ലക്ഷം ആവുള്ളൂ എന്ന് പറഞ്ഞാൽ അത് 13-ൽ ചെയ്തു തരും. കേരളത്തിലെവിടെയും ഇതുപോലുള്ള വീട് നിർമ്മിച്ചു തരുന്ന ഒരു ടീമിനെയും അൾട്രാടെക് അല്ലെങ്കിൽ ACC ഇതിലേതെങ്കിലും ഒരു സിമെന്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. പിന്നെ വയർ കേബിൾസ് കാര്യങ്ങളൊക്കെ വരുന്നത് V-Guard ആണ് കേട്ടോ. സാധാരണക്കാർക്ക് വീട് പണി എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസ് ഉള്ള കാര്യം തന്നെയാണല്ലോ. അത് എളുപ്പമാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുന്നത്. ബഡ്ജറ്റ് വീടാണെങ്കിൽ കൂടി ഇതുപോലുള്ള സ്റ്റെയർ അതിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ 6 മാസം കൊണ്ടൊക്കെ ഒരു വീട് തീർക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പണികളുണ്ട് അതിന്റെ ബാക്കില്. വേറെ എല്ലാ പണികളും നിങ്ങൾ ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ട്. എല്ലാരൊപ്പം നിന്ന് കണ്ടിട്ടുണ്ട് അല്ലേ? കൈലുകാരൊപ്പം, വയറിംഗ് ആരപ്പം, പിന്നെ പെയിന്റിങ് ആരപ്പം, പിന്നെ തേപ്പുകാരപ്പം. അല്ല, പെരപ്പണി കഴിഞ്ഞപ്പോ നിങ്ങളെ ലുക്കൊക്കെ ഒന്ന് മാറി ഒന്ന് ഉഷാറാണ് അല്ലേ? അപ്പൊ ഹാപ്പിയാണ് അല്ലേ? ഹാപ്പിയാണ്, ഇത്രയും നല്ലൊരു വീടായി. വിശ്വസിച്ച് ഓലെ പണിക്ക് ഏൽപ്പിച്ച ഓലെ ഇട്ടെറിഞ്ഞു പോകില്ലാന്ന് നമുക്ക് 100% ഗ്യാരണ്ടി. ഹായ് ഫ്രണ്ട്സ്, വെറും 13 ലക്ഷം രൂപയ്ക്ക് ഇതാ ഇങ്ങനെ ഒരു വീട് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? 850 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമും ഒരു അടിപൊളി കിച്ചണും ഹാളും സ്റ്റെയർ ഏരിയ ഒക്കെ ഉള്ള കിടിലൻ വീട്. ഈ കാണുന്ന വീട് കണ്ടില്ലേ? കേരളത്തിലെവിടെയും ഇതുപോലുള്ള വീട് നിർമ്മിച്ചു തരുന്ന ഒരു ടീമിനെയും അവരുടെ ഒരു കിടിലൻ വർക്കുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. 13 ലക്ഷം രൂപയ്ക്ക് ഇങ്ങനെ വീട് നിർമ്മിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പലരും കമന്റിൽ ഇപ്പോൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും നടക്കില്ല എന്ന്. എന്നാൽ അത് നടത്തി തരും എന്ന് തന്നെയാണ് ടീം വൈറ്റ് പറയുന്നത്. ഇതാ മലപ്പുറം ജില്ലയിലുള്ള എളയൂരുള്ള ടീം വൈറ്റിന്റെ കിടിലൻ പ്രൊജക്ട് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് തുവ്വൂരാണ്. അടിപൊളിയായിട്ടുള്ള വീട്. അതിൻ്റെ കൂടുതൽ ഐഡിയാസ് പറയുന്നതിന് മുമ്പ് നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള അടിപൊളി വീടുകളും പ്ലാനും ഐഡിയാസും ഒക്കെ വരും. വീട് പണിക്ക് ഉപകാരപ്പെടുന്ന നമ്മുടെ പേജ് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ തന്നെ വരണേ. ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഞാൻ നിങ്ങളെ കൂടെ സലീം മാലുക്കൽ. നല്ല മഴയുള്ള സമയത്ത് മഴ കൊണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു സുഖം തന്നെയാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം ഈ ഒരു വീട് നിൽക്കുന്ന ഒരു ആംബിയൻസ് കണ്ടില്ല, മനോഹരമായിട്ടുള്ള കുന്നിൻ ചെരുവിൽ അടിപൊളിയായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പോട് കൂടി. സിമ്പിളായിട്ടുള്ള വീടാകുമ്പോൾ ചെറിയ ലാൻഡ്സ്കേപ്പ് പോരെ, അത് തന്നെയാണ് ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയണം. വീട്ടുകാർക്ക് നല്ലൊരു ഫീലോട് കൂടി തന്നെ ജീവിക്കാൻ പറ്റുന്ന ആംബിയൻസ്. വീടിൻ്റെ ഡിസൈനിലേക്ക് വരികയാണ്. വീടിൻ്റെ കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ആരും പെട്ടെന്ന് സെലക്ട് ചെയ്യാത്ത കളർ കോമ്പിനേഷനാണ്. പക്ഷേ ഫൈനലായിട്ട് വരുമ്പോൾ ഈ ഒരു ഫീലാണ് കിട്ടുക. അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പറ്റില്ല. അതാ കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഫീൽ കണ്ടില്ലേ? ഗ്രേ കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ഡാർക്ക് ഗ്രേ ഇതിൻ്റെ ഷോ വാളിലും അതുപോലെ വോളിൽ ഈ കാണുന്ന ലൈറ്റ് ഗ്രേ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പ്ലാസ്റ്ററിങ്ങിൽ കൊടുത്ത ഒരു സ്ക്വയർ ഐഡിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതേ ഒരു ഡിസൈൻ വീട് നമ്മൾ ഇവിടെ തന്നെ പ്രൊജക്റ്റിൽ പരിചയപ്പെടുത്തിയിരുന്നു. പക്ഷേ അതിൽ കുറച്ച് കളറിലും അതുപോലെ സൈസിലും ഒക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ട് അത് തന്നെ വേണം എന്ന് പറഞ്ഞ് ചെയ്ത വീടാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു സിമിലാരിറ്റി ഇതിൽ കാണുന്നത്. പക്ഷേ സൈസിൽ ഡിഫറൻസ് ഉണ്ട്, അതിൻ്റേതായ മാറ്റങ്ങളുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു ഡിസൈനിൽ വരുമ്പോൾ പലർക്കും ഇത് കോസ്റ്റ് കുറക്കണമെന്ന് ചോദിച്ചാൽ ഇത് പ്ലാസ്റ്ററിങ്ങിലാണ് ടെക്സ്ചർ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് കോസ്റ്റിൽ ഡിഫറൻസ് വരാം. പക്ഷേ ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന വിൻഡോയിൽ നമുക്ക് എടുത്തു പറയേണ്ടത് കോൺക്രീറ്റ് കൊണ്ടുള്ള വിൻഡോ ആണെങ്കിൽ കൂടി ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ ഒരു പാനലുകൾ കണ്ടില്ലേ? ഇതെല്ലാം അലൂമിനിയത്തിലാട്ടോ ചെയ്തിട്ടുള്ളത്. അലൂമിനിയം കൊണ്ടുള്ള ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൽ വന്നിരിക്കുന്ന പെയിൻറ് ഏഷ്യൻ പെയിൻസിൻ്റെ പെയിൻ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്തൊക്കെ ക്വാളിറ്റിയുള്ള മെറ്റൽ കൊണ്ടും അതുപോലെ തന്നെ ലാറ്ററൈറ്റ് ബ്രിക്കും ആണ് ഉപയോഗിച്ച് ഈ വീട് പണിതിട്ടുള്ളത്. ഇതിൽ കൊടുത്തിരിക്കുന്ന ടൈല് കണ്ടില്ലേ? നല്ല ഐവറി കളർ ടോണുള്ള ടൈല് 4x2 ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഡോറുകൾ ഇതാ റെഡിമെയ്ഡ് ആണ്. മെറ്റൽ കൊണ്ടുള്ള ഡോർ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അതുപോലെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. നല്ല കിടിലനായിട്ടുള്ള ഡിസൈൻ തൂണ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ ഡിസൈനിലാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. മഴ കൂടി വരിക കേട്ടോ. ഈ കാണുന്ന ഡിസൈനിലേക്ക് വരുന്നതിന് മുമ്പ് ലൈറ്റിനെ കുറിച്ച് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ലൈറ്റിങ് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റുകളും അതുപോലെ തന്നെ നല്ല ഡിസൈൻ ലൈറ്റുകളും കൊടുത്താണ് വീടിൻ്റെ എക്സ്റ്റീരിയർ ഭംഗിയാക്കിയിട്ടുള്ളത്. ഇനി വീടിൻ്റെ എക്സ്റ്റീരിയറിലെ ഷേപ്പിനെ കുറിച്ച് പറയാം. വീടിൻ്റെ ഷേപ്പ് കണ്ടില്ലേ? ഇവിടെ ഒരു യു ഷേപ്പും അതുപോലെ ഒരു എൽ ഷേപ്പും ആണ് ഈ വീടിനെ ഇത്രയ്ക്ക് ഭംഗിയാക്കുന്നത്. പലപ്പോഴും ചെറിയ ബഡ്ജറ്റ് വീടുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്നത് അതിനെ ഭംഗിയാക്കുക എന്നുള്ളതാണ്. ഈ വീടെന്ന് പറയുമ്പോൾ ഇതിൻ്റെ സൈസും ബഡ്ജറ്റിനും അപ്പുറം അത് മാക്സിമം ക്വാളിറ്റിയിൽ ഏറ്റവും ഭംഗിയാക്കി തന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നിങ്ങൾക്കൊരു ഉപകാരപ്പെടുന്ന കാര്യം പറയാൻ വന്നപ്പോൾ അതാ നല്ല മഴ വന്നിരിക്കുകയാണ്. സമയം വൈകി, ഇനി ഒരു രക്ഷയില്ല, കുട യൂസ് ചെയ്യാതെ മാർഗ്ഗമല്ല. അപ്പോൾ നമ്മൾ ടൈലിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ടൈൽ ഇതാ
അടിപൊളി ഡിസൈനർ ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ പ്ലാന്റർ ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ വീടിൻ്റെ ഈ സൈഡിൽ എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ ഡിസൈനിലൊന്നും ബഡ്ജറ്റ് വീടിന് അത്ര കാര്യമാക്കാറില്ലെങ്കിലും ഇവിടെ കൊടുത്തിരിക്കുന്ന ഡിസൈൻ കണ്ടല്ലേ, നല്ലൊരു 2 സൺഷെയ്ഡ് കൂടെ ഒരുമിച്ച് വരുന്ന രീതിയിൽ. ഇത് ഹാളിലേക്ക് വരുന്ന പോർഷനാണ് ഈ 3 വിൻഡോ. അതുപോലെ കിച്ചണിലേക്ക് വരുന്ന ഹൈറ്റിൽ വരുന്ന വിൻഡോ. അവിടെയും ഇതാ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരുടെ ഒരു ക്വാളിറ്റി പറയാൻ എനിക്ക് ഒന്നും കൂടെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതുപോലുള്ള ഏരിയകളൊക്കെ സ്പോട്ട് ലൈറ്റ് ആരും ശ്രദ്ധിക്കാതെ പോകും, അതും കൂടെ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്ലാന്റർ ബോക്സും മനോഹരമാക്കി കൊടുത്തിരിക്കുന്നു. പിന്നെ ഇതുപോലുള്ള ബഡ്ജറ്റ് വീടുകൾക്കൊക്കെ നിങ്ങളും ഞാനും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗമാണ് നല്ല രീതിയിലുള്ള പൈപ്പുകൾ. അതായത് വീടിനകത്ത് അല്ലെങ്കിൽ വീടിൻ്റെ റൂഫിൽ വെള്ളം കെട്ടിക്കിടന്നൊക്കെ പലപ്പോഴും വാട്ടർ ലീക്കേജൊക്കെ വരുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. ആ ഒരു സാഹചര്യം മറികടക്കുന്നതിന് വേണ്ടിയിട്ട് വീടിൻ്റെ വർക്ക് ആരംഭത്തിൽ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ കോൺക്രീറ്റ് ടൈമിൽ തന്നെ വെള്ളം നല്ല രീതിയിൽ ഭൂമിയിലേക്ക് ഇറക്കി കൊണ്ടുവരിക എന്നുള്ള സിസ്റ്റം, അതൊന്നും ഒരിക്കലും ഒരു ബഡ്ജറ്റ് വീട്ടിൽ കാണാറില്ല. 13 ലക്ഷം രൂപയ്ക്ക് ചെയ്ത ഈ വീട്ടിൽ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടാണ് ചെയ്തത് എന്നാണ് എടുത്തു പറയേണ്ടത്. ഇതുപോലെ വീടെടുക്കുമ്പോൾ പലർക്കും സംഭവിക്കുന്നത്, പലരും അതിൻ്റെ സ്ട്രക്ചറൽ വർക്കാക്കി നിർത്തി ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു പ്ലാൻ മാത്രം ഒരാളെ കൊണ്ട് വരച്ച് ചെയ്യിക്കാറുണ്ട്, അതല്ലെങ്കിൽ സ്ട്രക്ചർ അവർ ബിൽഡ് ചെയ്യുക, ബാക്കി പ്ലാസ്റ്ററിങ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യുക, ആ രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വീടിൻ്റെ ഡിസൈൻ ഇതുപോലെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷെ പലപ്പോഴും ചിലവ് ചുരുക്കാൻ വേണ്ടി നമ്മുടെയൊക്കെ സാമ്പത്തികാവസ്ഥ ഒക്കെ കണ്ട് അല്ലെങ്കിൽ അത് കണ്ടറിഞ്ഞൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ അതുപോലൊക്കെ സംഭവിക്കും. പക്ഷേ ഇവിടെ ഞാൻ എടുത്ത് പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ പരിചയപ്പെടുത്തുന്ന ഒരു ടീം, അവരുടെ പല വർക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യണം. അല്ലെങ്കിൽ 13 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 13 ലക്ഷം തന്നെയാണ്. അപ്പോൾ ആദ്യം 13 പറഞ്ഞ് പിന്നെ കൂട്ടി പറയുന്ന പരിപാടികളൊന്നുമല്ല. ഈ കാണുന്ന വീടിന് 13 ലക്ഷം ആവുള്ളൂ എന്ന് പറഞ്ഞാൽ അത് 13 ചെയ്തു തരും. പക്ഷേ അതിൽ കോംപ്രമൈസ് ചെയ്യണ്ടോ എന്നുള്ളതാണ്. 13 ലക്ഷം രൂപയ്ക്ക് ഈ വീട് മലപ്പുറം ജില്ലയിലാണ് നമ്മളുള്ളത്. മലപ്പുറം ജില്ലയിൽ എവിടെയാണെങ്കിലും ഇത് ചെയ്തു തരും ഇതേ റേറ്റിൽ. ഇനി മറ്റ് ജില്ലകളിലേക്ക് അതിൻ്റെ ട്രാവലിംഗ് കോസ്റ്റ്, മെറ്റീരിയൽ ട്രാൻസ്പോർട്ടേഷൻ ഇതൊക്കെ വരുമ്പോൾ ചെറിയൊരു മാറ്റം വരും. അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയണമെങ്കിൽ അവരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും കേട്ടോ. അതുമാത്രമല്ല, ഇനിയിപ്പോൾ ഇതിൽ കൊടുത്തിരുന്ന മെറ്റീരിയലിനെ കുറിച്ച് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കമൻറ്റിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, ലോക്കൽ മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ടാവും, ക്വാളിറ്റി ഇല്ലാത്ത ഉപയോഗിക്കുന്നുണ്ടാവും എന്നൊക്കെ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സിമെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അൾട്രാടെക് അല്ലെങ്കിൽ ACC ഇതിലേതെങ്കിലും ഒരു സിമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. കാരണം ചിലപ്പോൾ അൾട്രാടെക് അവൈലബിൾ അല്ലെങ്കിൽ ACC ഉപയോഗിക്കും, അങ്ങനെയാണ്. പിന്നെ വയർ കേബിൾസ് കാര്യങ്ങളൊക്കെ വരുന്നത് V-ഗാർഡാണ് കേട്ടോ. അതുപോലെ തന്നെ ഉള്ളിൽ വരുന്ന മറ്റ് പൈപ്പുകളൊക്കെ വരുന്നത് പ്ലംബിങ്ങിന് വേണ്ടി വരുന്ന പൈപ്പൊക്കെ സ്റ്റാറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഗോൾഡ് മെഡലിൻ്റെ സ്വിച്ചുകളാണ് അല്ലെങ്കിൽ സ്വിച്ച് ബോർഡുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ലോക്കൽ സാധനങ്ങളൊന്നുമല്ല, ഒക്കെ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന കമ്പികൾ ഏതാണെന്ന്. കമ്പികൾ എന്ന് പറഞ്ഞാൽ ഓരോ നാട്ടിലും പ്രൈസിന് ഡിഫറൻസ് ആണ്, അതുപോലെ അവൈലബിലിറ്റി ഒക്കെ ഡിഫറൻസ് ആണ്. അപ്പോൾ ക്വാളിറ്റി ഉള്ള TMT ബാറുകൾ തന്നെയാണ് ഉപയോഗിച്ചത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രിൻസ് ആണ്, ചില സ്ഥലത്ത് കൈരളികളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ സൈറ്റിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാകും. നമ്മൾ ഇവരുടെ വീഡിയോ ഏകദേശം 1 വർഷം മുൻപാണ് ചെയ്തിരുന്നത്. അതിനുശേഷം ഒരുപാട് വീടുകളുടെ വർക്ക് നടക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് വീട് പണി എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസ് ഉള്ള കാര്യം തന്നെയാണല്ലോ. അത് എളുപ്പമാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വീട് കണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലരെങ്കിലും ഇതിന് നെഗറ്റീവായിട്ടുള്ള ഒപ്പീനിയൻ പറയും. കാരണം ഇത് അത്ര റേറ്റ് ആവില്ല, ഞങ്ങളുടെ നാട്ടിൽ ഇത്ര ആവില്ല എന്നൊക്കെ പറയും. നമ്മളിത് പരിചയപ്പെടുത്താനുള്ള കാരണം സാധാരണക്കാർ വീട് പണിക്ക് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒരു വീടാക്കി തരണം, ആയി കിട്ടണമെന്ന് കഷ്ടപ്പെടുന്ന ആളുകൾ, അവർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നെഗറ്റീവ് കമൻറ്റ് വരിക എന്തായാലും നമ്മുടെ നാട്ടിൽ സ്ക്വയർ ഫീറ്റ് റേറ്റ് നോക്കുമ്പോൾ അത്ര ആകില്ല എന്നാണ്. പക്ഷേ ഇതുപോലെ ഫിനിഷ് ചെയ്ത് നല്ല ഒരു ഭംഗിയിലാക്കി തരിക എന്നുള്ളത് അത് സ്ക്വയർ ഫീറ്റ് റേറ്റിനും അപ്പുറമാണ്. അങ്ങനെ ഒരു ചെയ്യുന്ന ഒരു ടീം കൂടെയാണ് ടീം വൈറ്റ്. അതുകൊണ്ടാണ് നമ്മൾ അവരുടെ ഈ ഒരു വീടും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വന്നിരിക്കുന്നത്. കേരളത്തിൽ എവിടെയാണെങ്കിലും ഇതുപോലുള്ള വർക്കുകൾ ഭംഗിയിൽ ചെയ്യുന്ന ഒരു ടീം തന്നെയാണ്. അപ്പോൾ കൂടുതൽ അറിയണമെങ്കിലും അവരെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിലും ഈ കാണുന്ന നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ കാരണം എന്തെങ്കിലും കാരണവശാൽ ചേഞ്ച് വരികയാണെങ്കിൽ, നമ്പറിൽ ചേഞ്ച് വരികയാണെങ്കിൽ ചേഞ്ച് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. അതല്ല സ്ക്രീനിൽ കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അതൊരു പിന്നെ മാറ്റാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ നമ്പർ തരുന്ന ആളുകൾ ദയവ് ചെയ്ത് വീഡിയോയുടെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് നോക്കുക. വീടിനകത്തുള്ള കാഴ്ചകൾ കാണാനായിരിക്കും എല്ലാവർക്കും താല്പര്യം. കാരണം എത്രത്തോളം ഇതിനകത്ത് സൗകര്യങ്ങൾ ഉണ്ട് എന്നല്ല അറിയേണ്ടത്. സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് വീടിനകത്ത് കുറേ ഫർണിച്ചറോ കാര്യങ്ങളോ ഒന്നും ഒരിക്കലും ആ ടീം തയ്യാറാക്കി കൊടുക്കില്ല. നമ്മൾ വേണം എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ. ഈ കാണുന്ന ഹാളിന്റെ സ്പേസ് കണ്ടില്ലേ, 4.5 മീറ്ററോളം നീളം വരുന്നുണ്ട്. അതായത് ലിവിങ്ങിൽ സോഫ ഇടാനോ ഡൈനിങ് സ്പേസിലുള്ള ആകെയുള്ള സ്പേസ് ആണ്.
ഇതിന്റെ മൊത്തം സ്ക്വയർ ഫീറ്റിന്റെ പ്രധാന ഭാഗം കവർ ചെയ്യുന്ന ഒരു ഏരിയയാണ്. 13 ലക്ഷത്തിനുള്ളിലൊക്കെ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് ചെയ്യാനേ പറ്റുള്ളൂ എന്നാണ് എൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു അഭിപ്രായം. അപ്പോൾ ഈ ഒരു ഹാളിന്റെ സ്പേസിൽ ഇവിടെ 3 വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ പോലെ കോൺക്രീറ്റിൽ വന്നിരിക്കുന്ന വിൻഡോ ആണ്. അതുപോലെ തന്നെ അലൂമിനിയത്തിന്റെ ഫ്രെയിമും. ഇവിടെ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്ന SS-ന്റെ തന്നെ നല്ലൊരു ടാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഹാൻഡ് റെയിലോട് കൂടിയുള്ള സ്റ്റെയർ ഏരിയ ഒക്കെ ബഡ്ജറ്റ് വീട്ടിൽ വേണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ചെറിയ വീടുകൾ ഉണ്ടാക്കുന്ന ആളുകൾ ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് സ്റ്റെയർ ഏരിയ ഒഴിവാക്കിയിട്ട് നിർമ്മിക്കും. എന്നിട്ട് ഭാവിയിലൊക്കെ പിന്നെ വീട് സൈസ് കൂട്ടാനോ അല്ലെങ്കിൽ അപ്സ്റ്റെയർ എടുക്കാനൊക്കെ നോക്കുമ്പോൾ സ്റ്റെയർ ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെടുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ബഡ്ജറ്റ് വീടാണെങ്കിൽ കൂടി ഇതുപോലുള്ള സ്റ്റെയർ അതിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റെയർ കാണാൻ പറ്റും. ഇത് ടൈൽ തന്നെയാണ് സ്റ്റെപ്പുകൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് SS-ലാണ് കൊടുത്തിട്ടുള്ള ഹാൻഡ് റെയിൽ. അതുപോലെ റൗണ്ട് ആയിട്ടുള്ള ഒരു ഹാൻഡ് ഗ്രാബും അതുപോലെ സ്റ്റാൻഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന സ്പേസിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കിച്ചൺ ഈ ഭാഗത്തേക്കാട്ടോ വരുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നേരെ എൻ്റർ ചെയ്യുമ്പോൾ ഒന്നാമത്തെ റൂമിലേക്ക് നോക്കിയാലോ റൂമിന്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ 11x11 ആണ്. അടിക്കണക്കിൽ പറയാം. അതായത് സിമ്പിൾ ആയിട്ടുള്ള ചെറിയ റൂം. 3 വിൻഡോ ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്യുന്ന ഭാഗമാണ്. അതുപോലെ 2 വിൻഡോ ഈ സൈഡിൽ വരും. അലമാരകൾ ഇവിടെ വരും. പലപ്പോഴും കണ്ടുവന്നിരിക്കുന്ന ബഡ്ജറ്റ് വീടാവണമെന്നില്ല, നമ്മുടെ നാട്ടിലൊക്കെ വീട് പണിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഇതുപോലുള്ള അലമാരകൾ നിർമ്മിക്കുക എന്നുള്ളത്. അതായത് ഈ കാണുന്ന കോൺക്രീറ്റിൽ ചെയ്തതാണ്. അതുപോലെ തള്ളി നമുക്കൊരു 15 സെന്റിമീറ്ററോളം അകത്തേക്ക് തള്ളി ബാക്കി ഏരിയയിൽ മതി നമുക്ക് ലാഭിക്കാൻ അലമാര എന്നുള്ള സങ്കല്പം. ഇതുപോലുള്ള അലമാരകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 രീതിയിലാണ് ഫിനിഷ് ചെയ്യാം. ഒന്ന് ഫെറോസിമെന്റില് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫിനിഷ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ പുറത്തേക്ക് തള്ളുന്ന ഒരു ഭാഗം 10 സെന്റിമീറ്റർ വരുള്ളൂ. അപ്പൊ കൂടുതൽ സ്പേസിൽ നിന്ന് കട്ടായി പോകില്ല. അതല്ലാതെ നമ്മൾ സാധാരണ രീതിയിൽ പ്ലൈവുഡോ അല്ലെങ്കിൽ മൾട്ടിവുഡോ ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുന്ന അവസ്ഥയിലാണെങ്കിൽ കൂടി നമുക്ക് അകത്തേക്ക് തള്ളി ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഫ്ലോറിൽ നിന്ന് ലെവൽ നോക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ഒരു കല്ലിന്റെ മേലേക്കാ ചെയ്യാം. അപ്പൊ അതൊരു അഭംഗിയായിട്ട് കാണാറുണ്ട്. പക്ഷെ ക്ലീനിങ്ങിന് ഈസിയാണ്. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ചെറിയ വീടാണെങ്കിലും ബഡ്ജറ്റ് കുറക്കണമെങ്കിൽ ഇതുപോലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ലാഭകരമാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഭംഗിയുടെ ഇന്റീരിയർ ഭയങ്കര ഡിസൈനിലൊക്കെ ചെയ്യുന്ന ആളുകൾ ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ടതില്ല. നമുക്ക് അലമാര കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് സ്പേസ് ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യാൻ ശ്രമിക്കാം. അടുത്ത ഒരു റൂമായിട്ടാണ് കാണുന്നത്. ഇവിടുന്ന് നേരെ എൻ്റർ ചെയ്യും. അതിന് മുമ്പ് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കാണാം. അതും കൂടെ നോക്കിയിട്ട് പോകാം നമുക്ക്. ഇതാ നല്ലൊരു ഡോർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കോമൺ ടോയ്ലറ്റ് സിമ്പിൾ ആണ്. ഇതിനകത്ത് വരുന്ന ക്ലോസറ്റ് അതുപോലെ ആക്സസറീസ് എല്ലാം ഉണ്ട്. ഒരു ഷവർ ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ലെഫ്റ്റിലാണ് സെക്കൻഡ് റൂം കാണുന്നത്. ഇതും നേരത്തെ കണ്ട റൂമിന്റെ അതേ ഒരു സ്പേസിലുള്ള റൂമാണ്. ഇവിടെ ഒരു 2 വിൻഡോ ബൈ 2 വിൻഡോ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മാസ്റ്റർ റൂമാണ് കേട്ടോ. ഇവിടെ അലമാരക്ക് വേണ്ടിയുള്ള പ്രൊവിഷൻ കാണിച്ചിട്ടുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയണം. ഇതൊരു ബഡ്ജറ്റ് വീടാണ്, ചെറിയ വീടാണ് എന്നൊക്കെ പറഞ്ഞു. ഇതിൽ നിങ്ങളെ പോലും നിങ്ങളുടെ വീട്ടിൽ വലിയ വീടാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇവിടെ 3 വിൻഡോ ആണെങ്കിൽ കൊടുക്കായിരുന്നു. 3 വിൻഡോ അങ്ങനെയാണ് കാണാറുള്ളത്. പക്ഷെ വിൻഡോ സൈഡിലേക്ക് മാറ്റുമ്പോൾ അതിനുള്ള ഗുണം നമുക്ക് ഒരു ഹെഡ് ബോർഡ് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ കട്ടിലിടാനുള്ള സ്ഥലം ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടല്ലേ, വയറിങ്ങിൽ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു ബെഡ് കോട്ട് ഇവിടെ ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ എന്തെങ്കിലും ഡിസൈനോ പെയിന്റിങ്ങോ ആർട്ട് വർക്കോ ഒക്കെ കൊടുക്കാൻ പറ്റും. നേരെ മറിച്ച് ഇത്രയും ഏരിയയിൽ ഒരു വിൻഡോ തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തല വെച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ വിൻഡോന്റെ അടുത്താകുമ്പോൾ റിസ്ക് ഫാക്ടർ ഉണ്ട്. അതല്ല ഡിസൈനിൽ നമുക്കത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും. അപ്പൊ ഈ ഒരു വീടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്വിച്ച് ഞാൻ അതിനകത്ത് ഒന്ന് എടുത്ത് പറയേണ്ടതുണ്ട്. ഗോൾഡ് വടന്റെ സ്വിച്ചുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്വിച്ച് ബോർഡുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുള്ളത്. അതാണ് ഇതിലൊക്കെ വരുന്നത്. ഇനി നമുക്ക് കിച്ചണിലേക്ക് ഒന്ന് പോയാലോ. കിച്ചണിലേക്ക് വരികയാണെങ്കിൽ കിച്ചണിന്റെ സൈസ് എന്ന് പറയുന്നത് 11x12 ആണ് കേട്ടോ സൈസ്. 4 ടൈല് ക്രീം കളർ അല്ലെങ്കിൽ ഐവറി കളറിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്പേസിനെ കുറിച്ച് എടുത്തു പറയാൻ നമ്മൾ ബെഡ്റൂമിന്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം സിമിലർ സൈസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഇവരുടെ വർക്കിൽ വന്ന ഒരു ഭാഗം എന്ന് വെച്ചാൽ ഈ ചിമ്മിണി ഇതിനകത്ത് ആഡ് ചെയ്തു. നിങ്ങൾ ബഡ്ജറ്റ് വീടാണ് നിർമ്മിക്കുന്നതെങ്കിലും പലപ്പോഴും കണ്ടുവരാറുള്ളത് ചിമ്മിണി അതിനകത്ത് ഉണ്ടാവില്ല. ഇത് ഭാവിയിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ മറ്റും നല്ല പുകശല്യം അല്ലെങ്കിൽ വീടിന്റെ ചുമലിന്റെ പെയിന്റ് കളർ മാറെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. ചിമ്മിണി നിർബന്ധമായിട്ടും വെക്കാൻ ശ്രമിക്കുക. അപ്പൊ ഈ ഒരു ഭാഗത്ത് കാണാം അലമാരകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കൗണ്ടർ ടോപ്പ്, വലിയൊരു കൗണ്ടർ ടോപ്പ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സിങ്ക്, അതുപോലെ ഇവിടെ ഈ പറഞ്ഞ നമ്മുടെ പുകയില്ലാത്ത അടുപ്പ്. സാധാരണ ചെറിയ വീട്ടിലൊക്കെ കൂടുതൽ ഗ്യാസിന്റെ യൂസേജ് ഉണ്ടാവില്ല. അതുകൊണ്ട്
പുകയില്ലാത്ത അടുപ്പ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിമ്മിനി കൊടുക്കാനും ശ്രമിക്കുക. നമുക്ക് ഇതാണ് ഇവിടെ എക്സിറ്റ്. ഡോറുകളൊക്കെ വേണം. ഏത് ഭാഗത്ത് നല്ലൊരു വ്യൂ ഉള്ള ഒരു സ്പേസ് ആട്ടോ കിച്ചണിന്. ഓക്കെ, ഇനി ഡോറുകൾ കണ്ടില്ലേ, റെഡിമെയ്ഡ് ഡോറുകളാണ് ഇതിനകത്തൊക്കെ കൊടുത്തിട്ടുള്ളത്. നമ്മളെ കൂടെ ഉള്ളത് ഈ വീടിന്റെ ഹൗസ് ഓണർ കബീർക്കയാണ്. കബീർക്ക, വീട് കാണാൻ വന്നതായിരുന്നു. വീട് കണ്ടു, നമ്മളെ വ്യൂവേഴ്സിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്ത്. പക്ഷെ ഇഷ്ടപ്പെട്ടില്ലെന്ന് എന്തൊരു ചോദ്യമാണ്. ഞാൻ വന്നപ്പോ ഈ സ്ഥലം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട്. ഒരു നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം അല്ലെ, അങ്ങനത്തെ സ്ഥലത്തല്ലേ വീട് വെക്കേണ്ടി അല്ലേ. നമുക്ക് രാവിലെ എണീറ്റ് ഇങ്ങനെ ഇരുന്നാല് ആ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണും അല്ലെ. എത്ര മാസം കൊണ്ട് വെളി വീട് പണി തീർത്ത് എന്ന് ഒരാളിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ ഒരു കാര്യം? ആ സേഫ് അല്ല, സേഫിനെ പോലെ പല ആൾക്കാരുണ്ട് ഈ നാട്ടിലും പല നാട്ടിലും നമ്മളെ വീഡിയോ കാണണേ. ഓർക്ക് സംശയമാണ് ഇത് വേഗം തീരുവോ 4 മാസം കൊണ്ട് തീർക്കേണ്ട പരിപാടിയായിരുന്നു. 4 മാസം കൊണ്ട് തീരും പറഞ്ഞു തീർന്നീന്നു. അപ്പൊ പിന്നെന്താ അറിയോ, ഓരോ ആൾക്കാർ ഇങ്ങനെ വരാതെ വന്നപ്പോ മഴ പണിക്കാര് അങ്ങനെ ലീവായ 4 മാസം കൊണ്ട് തീർന്നീന്നു. ഇപ്പൊ എത്ര ആയി? ഇപ്പൊ 6 മാസം കൊണ്ട് തീർന്നില്ലേ? 6 മാസം ആയില്ല. 6 മാസത്തിനുള്ളില് നമ്മളെ ഈ 6 മാസം കൊണ്ടൊക്കെ ഒരു വീട് തീർക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പണികളുണ്ട് അതിന്റെ ബാക്കില്. എന്നാലും ഒരു തീർത്തന്ന്. ഇനിയിപ്പോ ഈ ഒരു വീട് ഇത്ര ഭംഗിയായില്ലേ, ഇതിന്റെ ബാക്കിൽ ടീം വൈറ്റ് എന്നുള്ള ഒരു ടീം ഉണ്ട് അല്ലെ. ഓര് എത്രത്തോളം നിങ്ങളെ സഹകരിച്ചിട്ടുണ്ട്? നല്ലോണം സഹകരിച്ചു. നല്ല സഹകരിച്ച് ഓടെ വിളിച്ചിട്ടാണ് ഫുള്ള് പണി പോയത് തന്നെ അല്ലെ. അവൻ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇവരെ എല്ലാ പണികളും നിങ്ങൾ ക്ലിയർ ആയിട്ട് കണ്ടു? എല്ലാരൊപ്പം നിന്ന് കണ്ടു അല്ലേ. ടൈലുകാരൊപ്പം, വയറിംഗ് ആരപ്പം, പിന്നെ പെയിന്റിങ് ആരപ്പം, പിന്നെ തേപ്പുകാരപ്പം. തേപ്പുകാരൻ നമ്മളെ ഒന്ന് ഉഷാറാക്കി. പക്ഷെ ആ ഡിസൈൻ ഒക്കെ അടിപൊളിയായിട്ടോ. തേപ്പുകാരൊക്കെ ഉഷാറാക്കിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേ ഞാൻ തന്നെ ഒന്ന് ഉഷാറാക്കിക്കണ അല്ല, പെരപ്പണി കഴിഞ്ഞപ്പോ നിങ്ങളെ ലുക്കൊക്കെ ഒന്ന് മാറി ഒന്ന് ഉഷാറായണ് അല്ലേ. അടിപൊളി വീട്ടിലാകുമ്പോ അടിപൊളി ലുക്കണ്ടേ അല്ലേ. അപ്പൊ ഇതില് ഞാൻ ചോദിക്കട്ടെ, ഈ ടീം വൈറ്റ് ഇവര് ഇങ്ങനെ വർക്ക് ചെയ്തല്ലോ, അപ്പൊ ഇതിൽ എവിടെയെങ്കിലും ഇപ്പൊ ഇതിൽ നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഏത് നല്ല കേബിൾ ആണ്, നല്ല സിമെന്റ് ആണ്, നല്ല ഇതാണ്, എല്ലാ ലൈറ്റും ഒക്കെ നല്ലതാന്ന് പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും ഒരു ലോക്കൽ സാധനം കയറ്റിയോ? ഞാൻ പറഞ്ഞുതരാം. വാർപ്പിന് ACC, പിന്നെ ഇതിന് മറ്റേ ഇത് തേപ്പിന് മറ്റേ, പിന്നെ കമ്പിയൊക്കെ ഇടേണ്ട മാതിരി ഇട്ടിക്കണേ, പിന്നെ ഉക്ക് ഒക്കെ ഇട്ടിക്കണം. അത്യാവശ്യത്തിന് ലൈറ്റ് കുറച്ച് ഏറെ ഇട്ടണോന്ന് എനിക്കൊരു സംശയം ഉണ്ട്. അത്യാവശ്യം ലൈറ്റ് ഇവിടെ ഒന്ന് ലേശം ഒന്ന് കുട്ടപ്പനാക്കില്ലേ. അവിടെ ചൊർക്ക് വേണ്ടത്, ചൊർക്ക് വേണം ഈ ഫ്രണ്ട് ഏരിയ അല്ലേ. ഏറിട്ടില്ല, ഓവറാക്കി കളി രസമല്ലല്ലോ. ഇതിന്റെ അടിയിൽ ഒന്നും കൂടി കൊടുത്താൽ ബൗസില്ലല്ലോ. ഇല്ല അത് പാകത്തിന് തന്നെ കൊടുത്തില്ല. എല്ലാം പാകത്തിനാ. ടൈലിന്റെ ആ കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടില്ലേ, സിമ്പിൾ ആയിട്ടില്ലേ. പെട്ടെന്ന് പൊടിയായാലും പ്രശ്നമൊന്നുമില്ല, ആരും അറിയില്ല അടിച്ചുണ്ടായതുകൊണ്ട്. അതെ, അപ്പോ ഹാപ്പിയാണ് അല്ലേ. ഹാപ്പിയാണ്, ഇത്രയും നല്ലൊരു വീടായി. ഇനി എല്ലാവർക്കും ഹൗസ് വാമിങ് കഴിഞ്ഞോ? ഇനി 2 ദിവസം കൊണ്ട് ഉണ്ടല്ലേ പരിപാടി? പന്തല് റെഡിയാണ്. നല്ല മഴ ആയതുകൊണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ആൾക്കാരൊക്കെ വന്നിട്ട് ചോറൊക്കെ വെച്ചുകൊണ്ടിരുന്നു. ചോറ് വെച്ചു. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്, വീട് കാണാൻ എല്ലാരും വരും. ഈ ചളി കൂടെ നടന്ന് വന്നിട്ട് ഫുള്ള് അങ്ങനെയല്ലേ, അവിടുന്ന് കയറിയല്ലേ കുറച്ച് ചളിയൊക്കെ ആവുമെന്ന്. അതെ, അത് നമുക്കവിടെ ക്ലീൻ ആക്കാം അല്ലെ. ഇപ്പൊ ഈ വീടിന്റെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയി, ഒക്കെ ഹാപ്പിയാണ്. വർക്കിനെ പറ്റി എന്താണ് അഭിപ്രായം? വർക്ക് ഉഷാറാണെന്നപ്പോ ഞാൻ പറഞ്ഞു. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇനിയിപ്പോ ചോദിച്ചാൽ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അത് നിങ്ങളെ ഇങ്ങനെ ഉഷാറായത്. അതെ ഉറപ്പിച്ചിക്കല്ലോ. അഡ്വാൻസ് ഒക്കെ അതിന്റെ മുന്നേ ജമ്മ മരിച്ചതിന്റെ മുന്നേ അമ്മയെ കൊടുത്ത് അഗ്രിമെന്റും ഇതൊന്നും ഞങ്ങൾ നോക്കിയിട്ട് തന്നെ ഇല്ല. ഞാൻ അപ്പോഴും ഓന് കൊടുത്ത പൈസ ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ കൊടുത്തൊക്കെ അറിയാം, ഓനും അറിയാം. വിശ്വസിച്ച് ഓലെ പണിക്ക് ഏൽപ്പിച്ച എന്തുകൊണ്ട് ചോദിച്ചാൽ ഇട്ടെറിഞ്ഞു പോകില്ലാന്ന് നമുക്ക് 100% ഗ്യാരണ്ടിയാ. എന്തുകൊണ്ട് ചോദിച്ചാൽ അത്ര ദൂരം ഓല് ആൾക്കാർ ഇതാ കരുതി ഓൽക്ക് കൊടുത്താൽ ഇട്ടെറിഞ്ഞു പോകും. അങ്ങനെയാണ് ഓല അതിലൊക്കെ മറ്റേ കോട്ടയം, മറ്റേ കൊല്ലം അതിലൊക്കെ പോയി പണിയെടുക്കുന്ന ആൾക്കാരല്ലേ. നോല അതിലൊക്കെ ഇട്ടെറിഞ്ഞു പോരണ്ടേ. നമ്മൾ ഈ ദൂരെ വന്നിട്ട് ഇട്ടെറിഞ്ഞു പോകും. ഞാൻ ഓന്റെ പേരൊന്ന് കാണാൻ വേണ്ടിട്ട് പോയതാണ്. ഓന്റെ സ്വഭാവം സാറാണല്ലോ, അതുകൊണ്ട് പോയതാണ്. അതിന് വേറെ കാര്യമുണ്ട്. നമ്മളെ ഇവരെ ആദ്യത്തെ വീട് പരിചയപ്പെടുത്തുന്ന ഒരു 1.5 വർഷം മുമ്പാന്ന് തോന്നുന്നു. ആ സമയത്ത് ആ വീട് കുറെ ആൾക്കാർ കണ്ട്. അപ്പോൾ കുറെ ആൾക്കാർ കേരളത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവര് എല്ലാ ഭാഗത്തും പോയിട്ട് വീട് ചെയ്യണേ. അപ്പൊ നിങ്ങൾക്ക് മാത്രം പോരല്ലോ, എല്ലാവർക്കും വീട് ഉണ്ടാവട്ടെ.
എല്ലാവരും ഉഷാറാകട്ടെ. എല്ലാവരും നല്ലൊരു നല്ല ഹയർ ആയിട്ടുള്ള ജീവിതം ഈ വീട്ടിൽ ഉണ്ടാകട്ടെ. ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ, ഒരു ടാറ്റ എടുത്ത് നമ്മള് വ്യൂസിന് ബൈ.